എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം. വിശുദ്ധ പൗലോസ് റോമയിൽ എത്തുന്ന സാഹചര്യവും സംഭവങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം വായിക്കട്ടെ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ ഈ യാത്രയിൽ, അതായത് ഒരു കള്ളനെ പോലെ അല്ലെങ്കിൽ കുറ്റവാളിയെ പോലെ പിടിക്കപ്പെട്ട് കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ 27-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും വായിക്കുന്നു. കൈസരിയിൽ നിന്ന് പടയാളികളുടെ കാവലിൽ പൗലോസ് റോമയിലെത്തി. അന്ന് അറിയപ്പെട്ട റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത്. അവിടെ കാവലായ പടയാളിയോട് വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. റോമയിൽ സുവിശേഷം എത്തിക്കണമെന്ന് പൗലോസ് വളരെ ആഗ്രഹിച്ചിരുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ച വിധത്തിലോ താല്പര്യപ്പെട്ട വിധത്തിലോ അല്ലായിരിക്കാം. യാത്രാ ക്രമീകരണങ്ങളൊന്നും പൗലോസിൻ്റെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു. ദൈവം തൻ്റെ ഉദ്ദേശം തിരികതപ്രകാരം നിറവേറ്റി എന്ന് കരുതിയാൽ മതി. പ്രതികൂലതകളെ അവസരങ്ങളാക്കി തീർക്കുന്ന ദൈവം യെരുശലേമിൽ തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തിക്കണം എന്നായിരുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും അവസാനമായി പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ വേലയാണ് സുവിശേഷം അറിയിക്കുക എന്നത്. അവനത് നിറവേറ്റുക തന്നെ ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. മെലിത്തയിൽ നിന്ന് അശ്വിനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയ കപ്പലിൽ പുത്തിയോലിൽ എത്തി. അതായിരുന്നു റോമയുടെ തുറമുഖം. തുടർന്ന് റോമയിലും വന്നുചേർന്നു. സഹോദരന്മാർ അവനെ എതിരേറ്റിയെന്നു. ഒരു ദൈവ പൈതൽ എവിടെ ചെന്നാലും തനിച്ചാകില്ല. സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. സകല വിശുദ്ധന്മാരുടെയും വലിയ സംഘത്തിലെ അംഗമാണ് ഒരു വിശ്വാസി. വലിയ സമൂഹത്തിലെ കണ്ണി. എത്ര ധൈര്യം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണത്. എനിക്ക് ആരുമില്ല, എന്നെ കരുതുന്നവരില്ല എന്ന ചിന്ത കുറേ ആളുകൾക്കെങ്കിലും ഉണ്ടാവാം. അത് വളരെ നിരാശാജനകമാണ്. ഞെരുക്കകാലത്ത് കൂട്ടുവിശ്വാസികളുടെ കരുതൽ കിട്ടും എന്ന് കരുതിയെങ്കിലും കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ മധ്യത്തിലും പതറാതെ കർത്താവിൻ്റെ വേല ചെയ്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലും വിദേശികളായി വന്നവരുമൊക്കെ ഉണ്ട്. ഒരു വിശ്വാസി ഒരിക്കലും ഒരിടത്തും ഏകനല്ല, സാക്ഷികളുടെ വലിയ സമൂഹത്തിലാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പടയാളികളുടെ അകമ്പടിയിൽ റോമയിലെത്തിയ പൗലോസിനെ സഹോദരന്മാർ എതിരേറ്റു എന്ന് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് ജയാളിയായി മടങ്ങി വരുന്ന രാജാവിനെയോ സേനാ നായകനെയോ ജനങ്ങൾ എതിരേറ്റ് സ്വീകരിക്കുന്നതിനെ കുറിക്കുന്ന പദമാണ് പൗലോസിനെ എതിരേറ്റു എന്നതിനും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക്. സുവിശേഷത്തിന് വേണ്ടി ബന്ധിക്കപ്പെട്ടവൻ, പടയാളിയുടെ കാവലിൽ തടവുപുള്ളിയായി റോമയിലെത്തിയവനെ ജയാളിയായി സഹോദരന്മാർ എതിരേറ്റ് സ്വീകരിച്ചു. ലോകദൃഷ്ടിയിൽ പൗലോസ് പരാജയമായിരിക്കാം, എന്നാൽ ദൈവിക പദ്ധതിയിൽ ജേതാവാണ്. സുവിശേഷകൻ ബന്ധിക്കപ്പെട്ടു എന്നു വരാം, എന്നാൽ സുവിശേഷത്തിന് ഒരിക്കലും ബന്ധനമില്ല. പൗലോസ് മരണത്തെ ജയിച്ച, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി. പരാജയം രുചിക്കാനും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊരു കഥയുണ്ട്. പടയാളികളെ അണിനിരത്തി അവർക്കാവശ്യമായ പ്രബോധനം നൽകി പടക്കളത്തിലേക്ക് അയക്കുകയായിരുന്നു.
ഒരു പടയാളി അറച്ച് നിൽക്കുന്നത് കണ്ടു. വീട് വിട്ടു പോകാനുള്ള മടിയോ യുദ്ധക്കളത്തിൽ പോകാനുള്ള ഭയമോ ആകാമെന്ന് കരുതി വിളിച്ച് കാരണം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്. പടക്കളത്തിൽ പരാജയം കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ കരം മുത്തിയിട്ട് പോകണം. അതിന് നിൽക്കുകയാണ്. പൗലോസ് പരാജയം കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിൻ്റെ പടയാളി. അവനെ റോമയിലെ സഹോദരന്മാർ ജയാളിയായി എതിരേറ്റു. പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ പെരുന്നാൾ ആഘോഷത്തിന് പോയവരായിരുന്നിരിക്കണം മടങ്ങി റോമയിൽ സുവിശേഷം വ്യാപിപ്പിച്ചത് എന്ന് കരുതുന്നു. റോമയിലെ പൗലോസിൻ്റെ കാരാഗ്രഹവാസം നമുക്ക് നൽകുന്ന സന്ദേശമാണ് തുടർന്ന് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് റോമയിൽ ഒരു തടവ് പുള്ളിയായി എത്തി. അദ്ദേഹം സ്വമേധയാ ആഗ്രഹിച്ച പ്രകാരം റോമയിൽ വന്ന് വിശ്വാസികളെ കാണുന്നതിനോ സുവിശേഷം പ്രസംഗിക്കുന്നതിനോ ഒന്നും സാധിച്ചില്ല. എങ്കിലും ഇവിടെ റോമയിലെത്താൻ ഇങ്ങനെ ഒരു സാഹചര്യമാണ് ലഭിച്ചത്. അതും ഉപയോഗിപ്പാൻ ദൈവം പൗലോസിനെ സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദരെല്ലായിടത്തും ഭൂമിടത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന ആ വലിയ ആഹ്വാനം, വാഗ്ദത്തം ശിഷ്യന്മാരിലൂടെ അവിടുന്ന് നിറവേറ്റിയതോർത്ത് സ്തോത്രം. എളിയവരാടിയങ്ങൾക്കും അങ്ങയുടെ വചനം ലഭിപ്പാൻ, ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ അനേകം ആളുകളെ ഉപയോഗിച്ചല്ലോ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപ അടിയങ്ങൾക്ക് പകരണമേ. ഞങ്ങളാലാവോളം സുവിശേഷത്തിൻ്റെ കാവൽക്കാരായിരിക്കാൻ, പങ്കാളികളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും കർത്താവെ അങ്ങയുടെ ഹിതത്തിനൊത്ത സാക്ഷ്യമാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ കരുതണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ കരുതലും കാവലും ഒക്കെ ഉണ്ടായിരിക്കണമേ. പുതിയ വർഷം വളരെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.